മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884 232 666. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. അധികാര വടംവലിയും പിന്നിൽ നിന്നും കുത്തലുമായി ഭരണസ്തംഭനം നേരിടുന്ന തൃശൂർ കോർപ്പറേഷന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് CPM മറുപടി നൽകണം. ജനങ്ങൾ കനത്ത വില നൽകേണ്ടി വന്നിരിക്കുകയാണ്. ദൈനംദിന കാര്യങ്ങൾ അവതാളത്തിലാക്കിയതിന്റെ ഉത്തരവാദിത്തം മേയർക്കും CPMനുമാണെന്ന് VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. LDF മേയറായിരിക്കെ BJP പാർലമെന്റ് സ്ഥാനാർത്ഥിക്കു വേണ്ടി രഹസ്യവും പരസ്യവുമായി സഹായിച്ച MK വർഗീസിനെ മേയർ സ്ഥാനത്തിൽ നിന്നും മാറ്റുവാൻ മുൻകൈയെടുക്കേണ്ടത് LDFിലെ പ്രധാന കക്ഷിയായ CPM ആണ്. 70 ദിവസമായി കൗൺസിൽ യോഗം വിളിച്ചുകൂട്ടാതിരിക്കുന്നത് നിയമപരമായും കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണ്. ആയതിനാൽ നിയമപരമായ നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണസ്തംഭനം തുടർന്ന് മേയർ രാജിവെച്ചില്ല എങ്കിൽ കോൺഗ്രസ് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. മേയർ രാജിവെക്കണമെന്ന് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്ന CPI നേതാക്കൾ മേയർക്കുള്ള CPIയുടെ പിന്തുണ പിൻവലിച്ചുവെന്നുള്ള രേഖാപ്രകാരമുള്ള കത്ത് നിയമപരമായ അധികാരികൾക്ക് നൽകണമെന്ന് VK ശ്രീകണ്ഠൻ ആവശ്യപ്പെട്ടു. ആയിരക്കണക്കിന് ഫയലുകൾ കൗൺസിൽ തീരുമാനത്തിനു വേണ്ടി കാത്തുനിൽക്കുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ടും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതെയും കെട്ടിട നികുതിയുമായി ബന്ധപ്പെട്ട നികുതി കൊള്ള നടക്കുമ്പോൾ മേയർ യോഗം വിളിക്കാതെ 70 ദിവസം മുന്നോട്ടു പോയത് LDF ഭരണസമിതി തൃശൂർ ജനതയോട് കാണിച്ച വഞ്ചനയാണെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ പറഞ്ഞു. മുൻ മേയർ IP പോൾ അധ്യക്ഷത വഹിച്ചു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലൻ, മുൻ MLA ATV ചന്ദ്രമോഹനൻ, ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ, ജോൺ ഡാനിയേൽ, സുനിൽ അന്തിക്കാട്, A പ്രസാദ്, CO ജേക്കബ്, രാജേന്ദ്രൻ അരങ്ങത്ത്, KB ജയറാം, വിൻസെന്റ് കാട്ടൂക്കാരൻ, ഡോക്ടർ നിജി ജസ്റ്റിൻ, ബൈജു വർഗീസ്, സുബി ബാബു, K ഗിരീഷ് കുമാർ, ഫ്രാൻസിസ് ചാലിശ്ശേരി, KP രാധാകൃഷ്ണൻ, K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, ശിവശങ്കരൻ, ശിവരാമകൃഷ്ണൻ, KV ദാസൻ, CI സെബാസ്റ്റ്യൻ, രവി താണിക്കൽ, സജി പോൾ മാടശ്ശേരി, EV സുനിൽ രാജ്, K രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.